തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നല്ലൊരു വിഭാഗം നാട്ടിലേക്കും തിരികെ മടങ്ങാൻ തുടങ്ങി. ഇതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലായി. ഇടുക്കിയിലെ തോട്ടം മേഖലയിലെ പണികൾ പോലും മുടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലയിൽ ഏറ്റവും അധികം ഇതര സംസ്ഥാന തൊഴിലാളികളുള്ള ഉടുമ്പൻചോലയിലാണ് കൂടുതൽ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് നാട്ടിലേക്ക് മടങ്ങുന്നവരിൽ ഭൂരിഭാഗവും. ഇവർ മെയ് മാസത്തിലാവും തിരികെ എത്തുക. നിർമ്മാണ മേഖലയ്ക്ക് പുറമെ കാർഷിക മേഖല, ഹോട്ടൽ വ്യവസായം എന്നീ മേഖലകളിലും ഭൂരിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. ദിവസവും നൂറുകണക്കിന് തൊഴിലാളികളാണ് നിലവിൽ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഏലത്തോട്ടങ്ങളിലെ ഭൂരിഭാഗം തൊഴിലാളികളും നിലവിൽ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇതോടുകൂടി വൻ പ്രതിസന്ധിയാണ് തോട്ടം മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത്. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഈ അന്യ സംസ്ഥാനത്തു നിന്നും ഇവിടെ വന്ന് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികൾ വോട്ടിങ്ങിനായിട്ട് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന, കൂട്ടത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടവും പ്രവണതയും ഇപ്പോഴുണ്ട്. ഏലം മേഖലയിൽ ഇപ്പോൾ മഴയില്ലായിരുന്നു, കടുത്ത വരൾച്ചയാണ്, ജലസേചനം നടക്കുന്നു, പൊതുയിടിയിൽ നടക്കുന്നു, കവാത്ത് നടക്കുന്നു. ഇത്തരം പണികളൊക്കെ നടന്നില്ല എങ്കിൽ ഏലം കൃഷി തന്നെ അപ്പാടെ തകരും. ആ ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലാളികൾ ഇവിടെ നിന്ന് വോട്ടിങ്ങിനായി പോകുന്നത് ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്ന ഒരു മേഖലയാണ് ഏലം കാർഷിക മേഖല. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദവും വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമെന്ന പ്രചരണവും തൊഴിലാളികളുടെ ഇടയിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. നാട്ടിലേക്കുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇപ്പോഴത്തെ മടക്കത്തിന് ഇതും കാരണമാണ്. ജനം, ഇടുക്കി.